എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റേറ്റിലേക്ക് സ്വാഗതം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടന്നാലോ. അപ്പോൾ അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Knight of Swords, Emperor, Hermit, Eight of Cups, Hanged Woman, Seven of Wands energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ നൈറ്റ് ഓഫ് സോഡ്സ് ആൻഡ് എയ്റ്റ് ഓഫ് കപ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാസം പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ തലത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, ആ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവസരം ലഭിക്കുന്ന ഒരു മാസം ആയിരിക്കും ഇത് എന്ന് പറയാം. അതേപോലെ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്വയം ഒരു ഫോക്കസ് ഇല്ല ജീവിതത്തിൽ, അല്ലെങ്കിൽ മറവിയാണ്. എന്തെങ്കിലും ഒരു കാര്യം എവിടെ വെച്ചിട്ട് പോയാൽ അതവിടെ മറന്നു പോകുക, അതായത് ആബ്സെൻറ്റ് മൈൻഡഡ്നെസ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, അക്ഷമ, പെട്ടെന്ന് ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യാം, ക്ഷമയില്ലായ്മ, അല്ലെങ്കിൽ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള രീതികളിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. എല്ലാം നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഒരു അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾക്ക് എല്ലാത്തിനോടും ഒരു ഫ്രസ്ട്രേഷൻ ആയിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇമോഷണലി നിങ്ങൾ പലയിടത്തും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരിടത്ത് ഇരിക്കുന്നുണ്ടാവും, ആളുകളോട് സംസാരിക്കുന്നുണ്ടാവും, അതേപോലെ അവിടെയൊക്കെ തന്നെ ഉണ്ട്, പക്ഷേ അവർ ശാരീരികമായിട്ട് നിങ്ങൾ അവിടെ ഉണ്ടാവും, പക്ഷേ ഇമോഷണലി നിങ്ങൾ അവിടെ അവൈലബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളവിടെ ഉണ്ടാവില്ല. നിങ്ങൾ മാനസികമായിട്ട് മറ്റെവിടേക്കോ ആയിരിക്കും, ചിന്തകൾ നിങ്ങൾ ഭയങ്കരമായിട്ട് അലട്ടുന്നു. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം എന്ന് തന്നെ പറയാം. ഈ മാസം നിങ്ങൾ ഓരോ ദിവസവും ഈ ഒരു മാസം എന്നുള്ള രീതിയിലല്ല, ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ പ്രത്യേകതകളുള്ള ദിവസമാണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ പാഠമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പുസ്തകമാണെങ്കിൽ ആ പുസ്തകത്തിൽ ഓരോ പേജസാണ് ഓരോ ദിവസവും നിങ്ങളുടേതായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്ന ഒരു വർഷം പോലെ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ നിങ്ങളുടെ ചുറ്റിനും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അടുത്തിടെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ ഇല്ല, എല്ലാം വളരെ സ്കാറ്റേർഡാണ്, നിങ്ങളുടെ ശ്രദ്ധയൊക്കെ പലയിടങ്ങളിലാണ് എങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. പലതരത്തിലും പല കാര്യങ്ങളിലുള്ള ശ്രദ്ധയോ നിങ്ങളുടെ ചിന്തകൾ പല ഡയറക്ഷനിലൊക്കെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങൾക്ക് വളരെയധികം സാധ്യതകളുള്ളൊരു മാസമാണ്. കാരണം നിങ്ങളുടെ ചിന്ത പലയിടങ്ങളിലൊക്കെ ആയിട്ട് മാറി അലട്ടി പോകുന്നില്ല, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നുണ്ട്, പഠിത്തത്തിലേക്ക് തിരിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നു എന്നുള്ളത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നല്ല കാര്യം തന്നെയാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിങ്ങളുടെ എയ്റ്റ് ഓഫ് കപ്സ് എനർജിയാണ് പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുപോക്കെന്ന് പറയാം. തിരിച്ചു വരവ് പലർക്കും കാണുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ വിദേശത്തൊക്കെ സെറ്റിലായിട്ടുള്ളവരാണെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവാം. അത് നിങ്ങൾ പല കാരണങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ല, നിങ്ങൾ എന്താഗ്രഹിച്ചിട്ടാണോ പോയിട്ടുണ്ടായിരുന്നത് ആ ആഗ്രഹിച്ച കാര്യങ്ങളുടെ അപ്പുറത്തേക്ക്, അതിൻ്റെയും അപ്പുറത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. അതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രധാനം എന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. ചിലപ്പോൾ മെറ്റീരിയൽ ബെനിഫിറ്റ് തേടിയിട്ടായിരിക്കും, അതായത് സാമ്പത്തികവും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തേടിയായിരിക്കും നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പോയിട്ടുണ്ടാവുക. പക്ഷെ അവിടെ ചെന്നപ്പോൾ നിങ്ങളുടെ മാനസികമായിട്ടുള്ള തൃപ്തി ചിലപ്പോൾ നാട്ടിലാണെന്ന് ചെയ്തിട്ടായിരിക്കാം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു ചില ആളുകൾ. അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ആ ഇടത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി ഇപ്പോൾ ചേക്കേറി പാർക്കുന്നു. നിങ്ങൾ ഓൾറെഡി ഒരു കുടിയേറ്റ കുടുംബമാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് കുടിയേറി പാർക്കുന്നവരാണെങ്കിൽ അവിടെ നിന്ന് മാറി മറ്റൊരിടത്തേക്ക് കുടിയേറി പാർക്കുന്നു എന്ന് തന്നെ പറയാം. അതായത് പലരും നിങ്ങളുടെ ഓൾഡ് റിയാലിറ്റി വിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. അല്ലെങ്കിൽ ആ ഒരു പുതിയൊരു സ്ഥലത്തേക്ക് മാറണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോകുന്നതുമാവാം. അപ്പോൾ സ്ഥലം മാറ്റങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ
കുടുംബപരമായിട്ടുള്ള യാത്രയാണ് കൂടുതലും കാണിക്കുന്നത്. ഒരിടത്ത് നിന്ന് പറിച്ചു നടലാണ്, അതായത് ഒരു സ്ഥലം മാറ്റം, ജോലി സംബന്ധമായിട്ടുള്ള അങ്ങനത്തെ ഒരു രീതിയിലല്ല, ഒരു പൂർണ്ണമായിട്ട് കുടുംബത്തെ പറിച്ചു നടന്ന ഒരു സാഹചര്യം എന്ന് പറയാം. അങ്ങനെ ഒരു മാറ്റം തന്നെയാണ് ഈ ഒരു മാസം കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ എംപറർ എനർജി ആൻഡ് ഹാങ്ഡ് വുമൺ എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പല ആളുകളെയും ബിസിനസ് ചെയ്യുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു മാസമായിരിക്കും. ബിസിനസ്സിലൊക്കെ ഒത്തിരി ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ബിസിനസ് സംബന്ധമായിട്ട് യാത്രകൾ, ബിസിനസ് സംബന്ധമായിട്ട് പുതിയ കൊളാബറേഷൻസ്, കോപ്പറേഷൻസ് ഒക്കെ വരുന്നുണ്ട്. മറ്റ് തലത്തിലുള്ള മറ്റ് മേഖലയിലുള്ളത് ഇപ്പോൾ കൊളാബ് ചെയ്യുന്നവരെ, ഇപ്പോൾ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, മറ്റ് തലത്തിലൊക്കെ കൊളാബ് ചെയ്യുന്നവർക്കും വളരെ നല്ലൊരു മാസമാണ് ഈ ഒരു മാസം. സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ ജോലി സംബന്ധമായിട്ടും നല്ല സമയം തന്നെയാണ്. കൂടുതലായിട്ടും ബിസിനസ്സാണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട്, ഇപ്പോൾ നിങ്ങൾ കൃഷി ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടിയും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നു, മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്താൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്യധികം സാധ്യതകളും ഒക്കെ ഉള്ള ഒരു സമയമാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. കൃഷിയിലാണ് വളരെ നേട്ടം. കൃഷി, അതായത് ചെടി, വെജിറ്റബിൾസ്, മറ്റു തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കൃഷിയാവാം, അത് ഒത്തിരി ഉയർച്ച നിങ്ങൾക്ക് നൽകുന്ന ഒരു സമയം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഉയർച്ച എന്ന് പറയുമ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ടും ജോലി സംബന്ധമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത്രൊരു റെസ്പെക്റ്റ്, നിങ്ങൾ ഏത് തലത്തിൽ ഉയർന്നു നിന്നാലും നിങ്ങളുടെ ചുറ്റുമുള്ള ചില ആളുകൾ ഉണ്ടാവുമല്ലോ, അവരൊരു തരത്തിലുള്ള ഒരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് തരുന്നില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ നല്ലൊരു ചുറ്റുപാടുമുള്ള ആളുകൾ നിങ്ങളെ ആ ഒരു അതോറിറ്റി, നിങ്ങളുടെ ആ ഒരു പൊസിഷനൊക്കെ നിങ്ങളെ മനസ്സിലാക്കുന്നൊരു സാഹചര്യം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സൂചന തരുന്നുണ്ട്. അതേപോലെ തന്നെ ഹാങ്ഡ് വുമൺ എനർജിയാണ്. ചെറിയൊരു ഇടയ്ക്ക് ഓരോ ദിവസവും വ്യത്യസ്തപ്പെട്ടിരിക്കും ഈ ഒരു മാസം എന്ന് പറഞ്ഞു. അപ്പോൾ ചില ദിവസങ്ങൾ നിങ്ങളൊന്ന് സ്ലോ ഡൗൺ ആയിരിക്കും, ചില ദിവസങ്ങളിൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു സമയം. അപ്പോൾ ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്നും അതായത് പെട്ടെന്ന് കാര്യങ്ങൾ പോകുന്നില്ല എങ്കിൽ ആ ദിവസം റിലാക്സ് ചെയ്യുന്നവരായിട്ട് എടുക്കാം. അതായത് ആ ദിവസങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, ഹോബി ചെയ്യാം. അധികം തിരക്കില്ലാത്ത ദിവസം അത് ആസ്വദിക്കുക, മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാം. അപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ തിരക്കില്ലാത്ത ദിവസങ്ങളിൽ ഒന്ന് റിലാക്സ് ചെയ്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നതിന് പകരം വേവലാതിപ്പെടുകയോ അല്ലെങ്കിൽ എന്തുകൊണ്ട് കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകാതിരിക്കുക. എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ല. ചില ദിവസങ്ങളിലൊക്കെ ഒന്ന് സ്ലോ ആയിരിക്കും. ആ ദിവസം ഒന്ന് റിലാക്സ് ചെയ്യുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുക. അല്ലാതെ നിങ്ങളെങ്കിലും സ്റ്റക്കല്ല. കാരണം ഇവിടെ ഒരു ദിവസം കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നില്ലെങ്കിൽ ഇനി വരുന്ന ദിവസം എല്ലാം അങ്ങനെയാണെന്നുള്ളൊരു ചിന്തയിലായിരിക്കും. അത് ആ ദിവസം മാത്രമാണ്, പിറ്റേ ദിവസം മറ്റൊരു ദിവസമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് കൂടി എടുത്ത് പറയുന്നു. അതേപോലെ ഹെർമിറ്റ് മോഡ് ആൻഡ് 7 ഓഫ് ഫോൺസ് എനർജിയാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടി എന്നുള്ള രീതിയിൽ, ജീവിതത്തിൽ മുന്നോട്ടേക്ക് വഴികാട്ടി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മുമ്പിൽ പലരും വരുന്നുണ്ട്. ഒരു വ്യക്തി എന്നുള്ള രീതിയിലല്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു മാസം ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും പല സാഹചര്യങ്ങളും. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇനി എന്തെന്ന് ചിന്തിക്കുന്ന സമയത്ത് പലരും, ചില ആളുകൾ പറയുന്ന ചില വാക്കുകളായിരിക്കും, അവരുടെ ചില മോട്ടിവേഷൻസ്, അല്ലെങ്കിൽ അവർ ജസ്റ്റ് പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അവരുടെ സജഷൻസ്, അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ട് അതങ്ങനെ ഈ വഴിയിലൂടെ പോകാം എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ മുമ്പുണ്ടായിരുന്ന പോലെ ഒരു ആബ്സെൻറ്റ് മൈൻഡഡ് അല്ലാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും ആ വഴി സഞ്ചരിക്കാമെന്ന്, അതായത് ആളുകൾ പറയുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഇൻസ്പയർഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പലരും നിങ്ങൾക്ക് ഒരു ദൈവദൂതൻ അല്ലെങ്കിൽ ഒരു വഴികാട്ടിയായിട്ട് മുന്നിൽ വരുന്ന ഒരു അവസരമായിട്ട് ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. പിന്നെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമാധാനവും സ്വസ്ഥതയൊക്കെ ഉള്ളൊരു സമയമാണ് ഈ മാസം. അപ്പോൾ വലിയ തിരക്കുകളോ പ്രശ്നങ്ങളോ വഴക്കുകളോ ഒന്നുമില്ലാതെ ഒരു സമാധാനവും സ്വസ്ഥവുമായിട്ടുള്ളൊരു കുടുംബജീവിതവും സന്തുഷ്ടമായിട്ടുള്ളൊരു ജീവിതമാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു മാസത്തിൽ. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ദൈവിക കാര്യങ്ങളിലൊക്കെ കുറച്ച് അധികം താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസത്തിൽ. അപ്പോൾ ദൈവിക കാര്യങ്ങളിലോ ആത്മീയ കാര്യങ്ങളിലോ ഒക്കെ നിങ്ങളുടെ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിനൊരു ശാന്തതയും സ്വസ്ഥതയും സമാധാനവും ഒക്കെ
കിട്ടുന്ന ഒരു മാസം കൂടിയായിരിക്കും ഇത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.